നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടെ കണ്ണൂരിൽ കെ സുധാകരൻ തോറ്റതാണ് കോൺഗ്രസിനകത്ത് ചിലരെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് ഓടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സുധാകരന്റെ പരാജയം അബ്ദുള്ളക്കുട്ടിയെ പോലുള്ളവരെ ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നു. സരിതയുടെ പേരിലായാലും അല്ലെങ്കിലും തൻ്റെ MLA സ്ഥാനത്തേക്ക് സുധാകരൻ നോട്ടമിട്ടിട്ടുണ്ട് എന്നതാണ് കുട്ടിയുടെ ഭീതി. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാപ്പിയാണ്. സുധാകരന്റെ ക്രൂരമായ അമ്പേറ്റ് ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്ന് പിടഞ്ഞ നാളുകളിലെ വേദന തിരുവഞ്ചൂരിന് ഇപ്പോൾ ഇല്ലാതാകുകയാണ്. സുധാകര തിരുവഞ്ചൂർ സംവാദം കാണുക. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. ഞാനോ തോറ്റു. ഇനി അതിന്റെ പുറത്തിട്ട് കുത്തി നിങ്ങൾ എന്ത് നേടാനാണ്? എന്താ ലക്ഷ്യം? എല്ലായിടത്തു നിന്നും എന്നെ ഒന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണോ ഈ വാർത്തക്ക് പിറകിലെന്ന് ഞാൻ സംശയിക്കുന്നെങ്കിൽ എന്നെ നിങ്ങൾ കുറ്റം പറയരുത്. സാധാരണഗതി സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ എന്റെ നാവിൽ ഓരോ വർത്താനം വരും. എന്തൊക്കെ ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെ വാർത്തകളാണ്? ഞാൻ അന്നും അദ്ദേഹം തന്നെ വിളിച്ചിട്ടുള്ളൂ. ഇന്നും അങ്ങനെയാ വിളിക്കും, ഇനി അങ്ങനെ വിളിക്കത്തുള്ളൂ. ഇലക്ഷനിൽ തോറ്റിരിക്കുന്നു. ഞാനോ തോറ്റു. എന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കിയത് എന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയാക്കിയത് എന്റെ പാർട്ടിയാണ്. മനഃശാസ്ത്രപരമായി നിങ്ങൾ ആലോചിക്കുക. കിട്ടാതെ ഒന്ന് കിട്ടുമ്പോൾ സന്തോഷമല്ലേ, വേറെ ദുഃഖം. അതാ ഞങ്ങൾ തമ്മിലുള്ള ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം. അതാണ് ഞാൻ അദ്ദേഹം വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ തോറ്റിരിക്കുന്നു. തോറ്റത് സാങ്കേതിക. രാഷ്ട്രീയമായി UDF അല്ലെങ്കിൽ കെ സുധാകരൻ തോറ്റു എന്ന് പറയാൻ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ആർക്കും വേറൊന്നുമില്ലല്ലോ. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ വെറുമൊരു KPCC അംഗം മാത്രമായിരിക്കാൻ സുധാകരന് കഴിയുമോ? DCC ഓഫീസിൽ വെറുതെ ഇരിക്കാനൊന്നും പക്ഷേ സുധാകരന് ഒരു മടിയുമില്ല. വേദനയോടെ അലഞ്ഞു തിരിയും എന്നൊക്കെ തിരുവഞ്ചൂർ വിചാരിക്കുന്നെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ഇനി അങ്ങോട്ട് സ്ഥാനമില്ല, അധികാരം എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് സ്ഥാനം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളെ പോലത്തെ ഒരു രാഷ്ട്രീയ നേതാവിന് പ്രവർത്തിക്കാൻ സ്ഥാനം വേണമെന്നുമില്ല. അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഞാനായിരുന്നു വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. ഒന്നുമില്ലാതെ വർഷങ്ങളോളം കണ്ണൂർ DCCന്റെ സെക്രട്ടറിമാരിരിക്കുന്ന മുറിക്ക് അകത്ത് എത്രയോ വർഷങ്ങൾ ഞാനിങ്ങനെ വന്ന് രാവിലെ വന്നിരുന്ന് വൈകുന്നേരം വരെ രാഷ്ട്രീയ പണിയെടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. അതൊരു പുത്തരിയൊന്നല്ല. ഏറ്റവും സമാരാധ്യനായ AK ആറിന് പോലും KPCC പ്രസിഡന്റ്ഷിപ്പ് പോയപ്പോൾ ഏതാണ്ട് 6-7 മാസമെങ്കിലും ഒന്നുമില്ലാതെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ സേവനം പാർട്ടി എവിടെ എപ്പോ എങ്ങനെ ആവശ്യപ്പെടുന്നു അവിടെ എന്റെ സേവനം ഞാൻ നൽകും. അത് പാർട്ടിയെ തീരുമാനിക്കേണ്ടത്, ഞാനില്ല. പിടിച്ചു വാങ്ങി ശീലമൊന്നും സുധാകരനില്ല. ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് മുമ്പേ പലതും പിടിച്ചു വാങ്ങായിരുന്നു. തന്നത് വാങ്ങിയിട്ടേ ഉള്ളൂ, നിർബന്ധിച്ചെടുപ്പിച്ചിട്ടേ ഉള്ളൂ, സമ്മർദ്ദത്തിന് വിധേയനാക്കിയിട്ടേ ഉള്ളൂ. ചോദിച്ചു വാങ്ങി ശീലമില്ല. പത്രത്തിനകത്ത് അങ്ങനെയുണ്ട്. സുധാകരന്റെ കണക്ക് കൂട്ടൽ, സുധാകരൻ അങ്ങനെ ആലോചിക്കുന്നു, സുധാകരൻ ഇങ്ങനെ ആലോചിക്കുന്നു, സുധാകരൻ വെറുതെ ഇരിക്കില്ല, സുധാകരൻ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത വരുന്നുണ്ട്. സുധാകരൻ എങ്ങനെയുമല്ല. കണ്ണൂരിൽ നിങ്ങൾ കണ്ട പോലെ ഞാൻ കണ്ണൂരിലുണ്ടാവും. ഈ കണ്ണൂരിലൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുക. DCC ഓഫീസിൽ വെറുതെ ഇരിക്കുമ്പോൾ ചില പണികളൊക്കെ ഒപ്പിച്ചാലും അതിശയിക്കാനില്ല. സരിതയുടെ മൊഴി കൂടി പുറത്തു വരുന്നതോടെ അബ്ദുള്ളക്കുട്ടി രാജിവെക്കും എന്നും അങ്ങനെ സുധാകരൻ നിയമസഭയിൽ എത്തുമെന്നും തിരുവഞ്ചൂരിന്റെ കയ്യിൽ നിന്ന് പഴയ വനം വകുപ്പ് തട്ടിപ്പറിച്ചെടുക്കും എന്നുമെല്ലാം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തോൽവിയെ തുടർന്ന് സുധാകരനുണ്ടായ അങ്കലാപ്പുകൾ ചെറുതല്ല. തിരുവഞ്ചൂരിനെ മാറ്റി നിർത്തിയാലും എന്തൊക്കെ വാർത്തകളാണ് അലോസരപ്പെടുത്താനായി പിറക്കുന്നത്? ഇനി ആ മാധ്യമ വിശകലനം കാണുക. സുധാകരൻ വന്നു പോയി. കണ്ണൂരിൽ തോറ്റിട്ടും തീരുന്നില്ല കോൺഗ്രസിലെ തമ്മിൽ. അതിലൊക്കെ ഒരു വാർത്ത. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സുധാകരന്റെ നടപടികൾക്കെതിരെ സ്വന്തം ഗ്രൂപ്പിൽ തന്നെ എതിർപ്പ് ശക്തമായി. ആരാണ് എതിർപ്പിന്റെ ഉടമസ്ഥൻ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളിന്റെ പേര്, ഒരു അതോറിറ്റി വേണം.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം മോശമായതാണ് തന്റെ പരാജയത്തിന് കാരണം. എവിടെ പറഞ്ഞു? എവിടെ ഞാൻ പറഞ്ഞു? ഏത് യോഗത്തിൽ പറഞ്ഞു? ഉച്ചയ്ക്ക് ശേഷം നടന്ന DCC യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി രാമകൃഷ്ണനെ പങ്കെടുപ്പിച്ചതിനും ഐ ഗ്രൂപ്പ് നേതാക്കൾ പഴി കേട്ടു. ആരാ പഴി കേട്ടവർ? ആരാ നിങ്ങളോട് പരാതി പറഞ്ഞവർ? DCC യോഗത്തിൽ പങ്കെടുക്കാതെ K. സുധാകരൻ ഇറങ്ങിപ്പോയി. P. രാമകൃഷ്ണനെതിരെയുള്ള പരാതിയുണ്ട്. ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ പരാതി KPCCയുടെ മുമ്പിലാണ്. KPCC തീരുമാനമെടുക്കാതെ P. രാമകൃഷ്ണൻ മീറ്റിംഗിലിരിക്കുന്നതിന് ഞാൻ പ്രതിഷേധിച്ചുള്ള കാര്യമുള്ളൂ. ആ അദ്ദേഹം ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നത് യുക്തിരാഹിത്യല്ലേ? തിരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷമുള്ള ചില നടപടികളിൽ സുധാകരൻ അമർഷമുണ്ട്. മണ്ഡലത്തിൽ നോട്ടക്കും അപരന്മാർക്കും കിട്ടിയ വോട്ട് സുധാകരൻ നിഷേധ വോട്ടുകളാണോ എന്ന് പരിശോധിക്കാൻ DCC തീരുമാനിച്ചിരിക്കുന്നു. മണ്ഡലത്തിൽ തനിക്കെതിരെ എതിർവികാരമുണ്ടായിരുന്നു എന്ന് വരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സുധാകരൻ കരുതുന്നു. എന്തായിരുന്നു ഉത്തരം പറയാൻ? അതിലെന്തിരിക്കുന്നു? അതിനെന്തൊരു വാർത്ത സൃഷ്ടിക്കേണ്ട കാര്യം തോന്നി ഇതിനകത്തുള്ളത്? അതുപോലെ അത് കഴിഞ്ഞു. പിന്നെന്താ? സുധാകരന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിങ്ങളായിരുന്നു. നിങ്ങൾ തരികയാണ്. കേരള കൗമുദിയാ? ഏതായത്? കേരള കൗമുദി എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നു. പിന്നെ ആരാ? ഇതാരതാ? മംഗളം എനിക്ക് AICC ഭാരവാഹിത്വം തന്നു. പിന്നെന്താ? മുനീർ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റും തന്നു. മത്സരിക്കാൻ ടിക്കറ്റ് തന്നു. ഇനിയെന്താ? MLA സ്ഥാനം രാജിവെപ്പിച്ച് K. സുധാകരനെ മത്സരിപ്പിക്കാൻ നീക്കും. ഇതൊക്കെ ഒരു പത്രത്തിന്റെ ഒരു ധർമ്മമാണോ എന്ന് ഞാൻ പൊട്ടിത്തെറിക്കാനൊന്നും ഞാൻ, കാരണം നിങ്ങൾ മുഖങ്ങളിറങ്ങി പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. ഞാൻ വളരെ വിനയത്തോടെ പറയാണ്, നിങ്ങൾ ഈ സ്റ്റൈൽ ഒന്ന് പുനഃപരിശോധിക്കണം ദയവായി. അതില്ലെങ്കിൽ പത്രത്തിലുള്ള വിശ്വാസത. ചാനലിൽ വന്നു, ഇന്നിപ്പോ ഏതോ ചാനലിൽ ഇങ്ങനെ വാർത്ത കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അബ്ദുള്ള കുട്ടിയെ രാജിവെപ്പിച്ച് സുധാകരൻ മത്സരിക്കാൻ പോകുന്നു. ഞാനെന്ത് കുട്ടിയോ? മാർക്കറ്റിൽ ഇറങ്ങി കാറ് വാങ്ങി അത് കണ്ട് വിമാനം കാണുമ്പോൾ വിമാനം വേണമെന്ന് പറയുന്ന കാര്യം കുട്ടിയാണോ? ഞങ്ങളൊക്കെ ഒരു മെച്ചോർഡ് പൊളിറ്റീഷ്യൻസ് അല്ലേ? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും കണ്ണൂർ മണ്ഡലത്തിൽ തോറ്റ കാര്യം സുധാകരൻ അംഗീകരിക്കുന്നില്ല. PK ശ്രീമതി ടീച്ചറാണ് തോറ്റത് എന്നു തന്നെയാണ് ഇപ്പോഴും സുധാകരന്റെ വിശ്വാസം. രാഷ്ട്രീയമായി UDF അല്ലെങ്കിൽ K. സുധാകരൻ തോറ്റു എന്ന് പറയാൻ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ആർക്കും പറയും. CPM പറഞ്ഞിട്ടില്ലല്ലോ. CPM പറഞ്ഞിട്ടില്ലല്ലോ ഈ സമയം വരെ സുധാകരൻ തോറ്റു, നമ്മൾ ജയിച്ചു. ആഹ്ലാദപ്രകടനം ഇത്തവണ ജയിച്ചപ്പോ. ആ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്ന സമയത്ത് കുറച്ച് കുട്ടികൾ മോട്ടോർ ബൈക്കിൽ പോയതല്ലാതെ ഒരു ആഹ്ലാദപ്രകടനം ഉണ്ടായോ? ടീച്ചർ വാങ്ങുന്ന സ്വീകരണത്തിന്റെ ജനക്കൂട്ടം നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? അപ്പോ അവര് പോലും ആ വിജയത്തെ ഇപ്പോഴും നെഞ്ചിലെത്തിയിട്ടില്ല. അങ്ങനെ വിജയമാണ്. എന്തുകൊണ്ടാ? വിജയം സാങ്കേതികമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജയിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവസാന നിമിഷം വരെയുണ്ട്. അതിനതിൻ്റെതായ കണക്കുകളും ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ വന്നിരിക്കുന്ന യഥാർത്ഥമായ പ്രശ്നം എന്താ? ഒന്ന് കള്ളവോട്ടാണ്. അതിപ്പോ നിങ്ങളെല്ലാം അംഗീകരിക്കുന്നു. റിയലി അതൊരു കള്ളവോട്ട്. ഒന്നും ആറ് കാരണങ്ങളാണ്. 2 അപരൻ. 3 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കണക്കൂട്ടാൻ അറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം SDP ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം SDP ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്. ഇപ്രാവശ്യം സ്വന്തമായി 19,000-ലേറെ വോട്ട് അവർ പിടിച്ചപ്പോ എന്റെ വോട്ട് നൽകിയാ പോണത് വോട്ട്. BJP കഴിഞ്ഞ് അവിടെ പിടിച്ച വോട്ട് 27,000 വോട്ടാണ്. 51,000 ഇപ്രാവശ്യം പിടിക്കുമ്പോ എല്ലാ കാലത്തെ തെരഞ്ഞെടുപ്പിനും കണ്ണൂരിലെ CPM വിരുദ്ധ നടപടിയുടെ പശ്ചാത്തലം, അതിന്റെ ഭാഗമായി BJPയുടെ വലിയ ശതമാനം ആളുകൾ വോട്ട് ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. അപ്പോ രാഷ്ട്രീയമായി ഇവിടെ നേടിയത് UDF ആണോ LDF ആണോ? അവിടെ നമുക്കൊരു ക്ഷീണവും ഇല്ല. ഞാൻ ഇലക്ഷൻ രംഗത്ത് അവിടെ ഇലക്ഷൻ കൗണ്ടിംഗ് ശേഷം ഞാൻ പുറത്തു വന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്കൊരു ലെവലേശം എന്റെ മനസ്സിന്
ഒരു ഫീലിംഗ് എന്റെ മുഖത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എന്റെ വാക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എന്റെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം പൊളിറ്റിക്കലി ഇതിനകത്ത് UDF ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾ നേടിയിട്ടുണ്ട്. രാഷ്ട്രീയ ജയമൊക്കെ കൊള്ളാം, ഇനി ഇമാതിരി ജയം സ്വന്തമാക്കി എന്നും പറഞ്ഞ് ദില്ലിയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാനൊന്നും ഒരുമ്പെടരുത്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഓം നരേന്ദ്രമോദിയായ നമഃ. ആ നടയിൽ നെറ്റിമുട്ടിച്ച് വന്ദിക്കുകയാണ് പാർലമെന്റ്. രാജ